സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. പഠനശേഷം ഉറപ്പായും ജോലി ലഭിക്കുന്ന ITI NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 48 വർഷത്തെ സേവന പാരമ്പര്യവുമായി MDPSI TI തിരൂർ. ഈ കരിയർ ഫീൽഡ് ഔട്ടാകില്ല. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം. ഈ തീരുമാനം നടക്കുമോ എന്ന സോഷ്യൽ മീഡിയയിൽ ആശങ്കയും ചർച്ചയും നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി VD സതീശന്റെ മാസ് പ്രഖ്യാപനം എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് KSRTCയിലെ സൗജന്യ യാത്ര ആദ്യം ഓർഡിനറി ബസ്സുകളിലായിരിക്കും. ഈ മാസം 15 മുതൽ സൗജന്യ യാത്രക്ക് തുടക്കമാകും. ആദ്യ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ പരീക്ഷണ ഓട്ടം നടത്തും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും സൗജന്യ യാത്ര ലഭ്യമാക്കും. വിശദമായ പഠനത്തിന് ശേഷം മറ്റു ബസ്സുകളിലെ സൗജന്യ യാത്രയിൽ തീരുമാനമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15 തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. ശമ്പളവും പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിൻ്റെ തുക വരും. അല്ല, ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി തിരൂരിൽ. ഫാമിലി വെഡിംഗ് സെന്റർ.